ഇനിയിപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അബയെ പിടിച്ച് അരഞ്ഞാണത്തി കെട്ടിക്കോ. സ്റ്റേജിൽ കയറി ഒച്ചയിൽ അബിയാണ് അരഞ്ഞാനടിച്ചോണ്ട് എന്ന് പറ. തങ്ങളെ മൊത്തം കലാവൂലേ? ആവട്ടെ. അബി കുടുങ്ങും. കുടുങ്ങട്ടെ. അപ്പൊ മുജിക്കായ അവന് മനസ്സിലാവും. എന്താ കിടക്കണത്? അത് കേറിക്ക്. മാംസം 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 എന്തിനാക്കാ? എടോ മണ്ടച്ചാരെ, നീ ഏൽപ്പിച്ച മാംസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ ഏൽപ്പിച്ച മാംസം? ആ, അതല്ല ചെമ്പല് വന്ത് കിടക്കണേ. നാളെ ഉച്ചയ്ക്ക് 12:30 തീവണ്ടിക്ക് അവൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭായി പോയാ എങ്ങനെ ജീവിക്കും? കുറെ ഇടി കൊണ്ടത് മിച്ചം. ഇങ്ങേരെന്തിനാ നേരെ തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കലഹോ? എന്തിന്? അറിയൂല, ഇറച്ചി പ്രശ്ന. ഇറച്ചി പ്രശ്നോ? കല്യാണം മുടങ്ങുമോ? അതൊന്നും അറിയൂല, ഒരു അടിക്കുള്ള വക കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭായിക്ക് എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട്. എന്നാ ഇടയിൽ കയറി കുത്തി മറിഞ്ഞ് കരമ്പാ. നമ്മുടെ ഭായിയുടെ കഴിവെന്തെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ ഭായി ആര് നോക്കൂന്ന്? ഭായി കാത്തോളും. വേണോ? വേണോടാ, നീ അങ്ങോട്ട് വരണ്ട. അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം, എനിക്കിടിക്കാനാ. ഒറ്റക്കൊറ്റക്ക് ഉൾസണ്ടോ? ഇല്ല, കൈ കൊണ്ടല്ലടിയാ. ഇക്ക പറ. ഇതൊരു വല്ലാത്ത ഹലാക്കിൽ ഔലിം കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്കുറപ്പ് മുക്രിക്ക് പറഞ്ഞതാ. ഇതിൽ ഭായിമാർ ഇടപെടണ്ട. നിങ്ങളല്ലേ കല്യാണം കൂടുതലാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്മായിൽ ഖാൻ ആൾക്കാരാ. ഏടാ വേടോ ഭായിയുടെ ചെവിട്ടി പോയി പറഞ്ഞാ മതി. എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനെ നാസർ കെട്ടും, അത് കട്ടായം. നിനക്ക് ആ പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുമോ? ഇത് വെച്ച് 10,000-ഓളം കാക്കിക്കൊന്നും എനിക്കാ ഈ കുഞ്ഞു പല്ലി. കണ്ടോ? ശരിക്കും കാക്കയ്ക്ക് വല്ലതും കൊണ്ടിട്ടുണ്ടാ? സത്യം പറയട്ടെ, എനിക്കിനി പിടിച്ചേക്കാൻ പറ്റൂല. അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നുവെന്നൊരു സംശയം. തങ്ങളെ ഒരു വക ഞാനത് നമ്പർ മേടിക്കാൻ പോയതാടോ. അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോണു. ഞാൻ പുറകെ പോയി. ഭായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ. എന്ത് പറഞ്ഞാലും ഒരു ഭായും കോയി. എന്താണ് സുബൈറെ? അവര് പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുള്ളൂ. മുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു തരുമോ? എന്റെ പൊന്നു സുബൈറെ, ചരടില്ലാത്ത കളസിട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. നീ ചെല്ല്, പിന്നെ പാടാ. എന്താ ചെയ്യണ്ടേ? ഇതെന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്ത്. പോത്തിറച്ചിയാണെങ്കിൽ സത്യം പറയായിരുന്നു, ആട്ടിറച്ചിനെ കൊണ്ട് താങ്ങൂലടോ. പടച്ചോട് പൊറപ്പിക്കൂലേ ഈ ഹമുക്കാണെന്നാല്? അതുകൊണ്ടല്ലടാ, പാത്തിയെ കെട്ടിയാ പിന്നെ അവനെ തല്ലണ ശരിയല്ല. ഇപ്പൊ കൊടുത്താ പ്രശ്നം തീ. എടാ, നീ വയ്യാതെ എന്നിട്ട് ഓടിക്കോട്ടാ. നാണക്കെടൊന്നും വിചാരിക്കണ്ട, ഞാനല്ലേ ഉള്ളൂ. കബീറെ, നിന്നെ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പൊ മുജി പറയണേ. ആ കള്ള പോർക്ക് ഇവിടെ വന്ന് ഏൽപ്പിച്ചെടുപ്പല്ലാന്നോ? അവന്റെ കൊടലേ അടുക്കും. പിന്നെ കബീറെ, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്
നീ തന്ന ആടിന്റെ കൂടെ പട്ടിയിറച്ചി ഉണ്ടെന്ന് മുജി പറഞ്ഞപ്പോഴാ. പട്ടി ഉണ്ട്. ചെരുപ്പ് വന്നോണേ, ഇവിടെ ആവശ്യമുള്ള അസർക്ക മോനോട് മാറുന്നോളാൻ പറയും. ടിൻഡോ മാറുന്നോളൂ. പ്രശ്നം നമ്മൾ തമ്മിലല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കല്ലേ, വെറുതെ സമയം കളണ്. തൊപ്പി വാടാ. ഞാനല്ലടാ, അന്റെ വാപ്പടാണ്. നീ എന്നെ കടിക്കില്ലടാ. അത് നിന്റെ കോട്ടും തൊപ്പിയൊക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ. അതൊക്കെ അവിടെ ഇട്രാ. എന്നിട്ട് നീ കൊണ്ടുവാ. എന്തിന് ഞാൻ നിർത്തണ്ടാ, കൊടുത്തു ശരിക്കും. നീ എന്റെ നിന്റെ സംശയഭ്രാന്തൊന്നും ഞാൻ മാറ്റിത്തരാം. ഫോട്ടോഗ്രാഫർ